ഹജ്ജ് കഴിഞ്ഞ് അവസാന സംഘം ഹാജിമാർ മടങ്ങുന്ന തിരക്കിലാണ്. കേരളത്തിലെത്തിയ ഏതാണ്ട് 18,000-ഓളം ഹാജിമാരും മദീന സന്ദർശനം പൂർത്തിയാക്കി ഘട്ടം ഘട്ടമായി നാട്ടിലേക്ക് മടങ്ങും. ഈ സമയത്ത് ഒരു പ്രധാനപ്പെട്ട വിഷയം ചർച്ചയിലേക്ക് വരികയാണ്. അത് ഹാജിമാരുടെ പ്രായവുമായി ബന്ധപ്പെട്ടാണ്. കേരളത്തിൽ നിന്നും ഇത്തവണ ഏറ്റവും കൂടുതൽ പ്രായമുള്ള ഹാജിമാരാണ് ഹജ്ജിന് കൂടുതലായി എത്തിയത്. അതുണ്ടാക്കിയ പ്രയാസങ്ങൾ ചെറുതല്ല. മലയാളികൾ ഹജ്ജിന് പോകുന്നത് വല്ലാത്തൊരു കാഴ്ചയാണ്. ഏറെയും പ്രായമായവർ. ഇത്തവണ റെക്കോർഡ് എണ്ണം മലയാളികളാണ് ഹജ്ജിനെത്തിയത്. 18,000-ഓളം പേർ. അവരിൽ ഭൂരിഭാഗവും പ്രായമേറിയവർ. അവരനുഭവിച്ചതാകട്ടെ ഇത്തവണ വല്ലാത്തൊരു ഹജ്ജാണ്. അതേക്കുറിച്ച് അവരെ സഹായിച്ച കൂടെ നിന്ന മക്കയിലെ മനുഷ്യർക്കും ചിലത് പറയാനുണ്ട്. അവരോടല്ല, അവരുടെ കുടുംബത്തോട്. ഇനിയും ഹജ്ജിന് വരാനിരിക്കുന്നവർക്കുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്. ഹജ്ജിന് വരേണ്ട ആളുകൾ ആരാണ് എന്ന് പോലും നമ്മൾ മനസ്സിലാക്കുന്നില്ല. സാധാരണ ഹജ്ജിന് ഒരാൾ വരിക എന്ന് പറഞ്ഞത് ഇസ്ലാമത്തിൻ്റെ പാട്ടിൽ എന്താണ്, എല്ലാം കൊണ്ടും, ആരോഗ്യം കൊണ്ടും സാമ്പത്തികമായിട്ടും എല്ലാം കൊണ്ടും, മനസ്സത്തായിലേഹി സബീല, എല്ലാം കൊണ്ടും കഴിവുള്ള ആളാണ് ഹജ്ജിന് വരേണ്ടത്. പക്ഷേ ഇപ്രാവശ്യത്തെ ഹജ്ജിന് എല്ലാ കൊല്ലവും വരാറുണ്ട്, അതുപോലെ ഈ പ്രാവശ്യവും ഇത്രയും കഠിനമായ ചൂട്, 56-57 ഡിഗ്രി അതിൻ്റെ മുകളിലേക്കൊക്കെ രേഖപ്പെടുത്തിയ ചൂടുള്ള കാലഘട്ടത്തിൽ പോലും ഇന്ന് ഹാജിമാർ ഒരുപാട് പ്രായം ചെന്ന 60-ന് മുകളിൽ 50-ന് മുകളിൽ ഒരുപാട് ഹാജിമാർ വരികയും നമ്മുടെയൊക്കെ മുമ്പിൽ കടന്ന് പ്രയാസപ്പെടുമ്പോൾ നേരിട്ട് കാണുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാട്ടിൽ നിന്ന് ഹാജിമാരെ ഹജ്ജിന് പറഞ്ഞയക്കുന്ന ആളുകൾ എല്ലാ സൗകര്യം നമുക്കുണ്ടാവും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു, വാപ്പാനെ അല്ലെങ്കിൽ ഉമ്മാനെ, പ്രായം ചെന്ന ഉമ്മ, രോഗിയായ ഉമ്മ, സ്ഥിരമായി ദിനചര്യ പോലെ മരുന്ന് കഴിക്കുന്ന ഉമ്മമാരെയൊക്കെ അല്ലെങ്കിൽ ഉപ്പന്മാരൊക്കെ പറഞ്ഞയക്കുന്നത് ഇവിടെ ആരെങ്കിലും ഉണ്ടാകുമെന്ന പ്രതീക്ഷയോട് കൂടിയിട്ടൊക്കെ നാട്ടിൽ നിന്ന് വിടുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഇവിടുത്തെ സാഹചര്യം, ഇത് സൗദിയിലാണ്. ഇവിടെ ചൂടിൻ്റെ കാലാവസ്ഥ മാത്രമല്ല, ഇവിടെ സന്നദ്ധ സംഘടനകൾക്ക് എത്തിപ്പെടാൻ കഴിയുന്നൊരു മേഖലയുണ്ട്. അതിൻ്റെ അപ്പുറത്തെ മേഖലകളിലേക്ക് ഹാജിമാർ എത്തിപ്പെടേണ്ടതുണ്ട്. അപ്പോൾ അവിടേക്ക് ഹാജിമാർ വലിയ പ്രയാസം അനുഭവപ്പെടും. അപ്പോൾ നാട്ടിൽ നിന്ന് ആളുകൾ പറഞ്ഞയക്കുമ്പോൾ ഇനി മുതൽ ശ്രദ്ധിക്കേണ്ട, അടുത്ത വർഷമൊക്കെ ഇതിലേറെ ചൂടിലേക്കാണ് ഹജ്ജ് പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യമുള്ള, ശാരീരികമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ കിലോമീറ്റർ കണക്കിന് നടക്കാനുള്ള കഴിവുള്ള അത്രയും ആരോഗ്യമുള്ള ഹാജിമാരെയാണ് നമ്മൾ നാട്ടിൽ നിന്ന് പറഞ്ഞേക്കുന്നത്. ഇത്തവണ ഹജ്ജിന് കൂടുതൽ എത്തിയത് ആരോഗ്യ പ്രയാസങ്ങളൊക്കെയുള്ള പ്രായമുള്ള ഹാജിമാരാണ്. ഹാജിമാർക്ക് കൂട്ടായി വരുന്നതാകട്ടെ അതേ പ്രയാസങ്ങളുള്ള ഭാര്യയും. പ്രായമേറിയതിനാൽ മാതാപിതാക്കളെ ഹജ്ജിന് വിടാം എന്ന ധാരണയിലാണ് ഹജ്ജിന് അയക്കുന്നത്. പക്ഷേ മക്കയിൽ സംഭവിക്കുന്നത് എന്താണ്? ഏറ്റവും കൂടുതൽ മലയാളി ഹാജിമാർ എത്തിയ ഒരു ഹജ്ജായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പ്രായം, കാരണം കൊറോണയ്ക്ക് ശേഷം 2 ഹജ്ജ്, 3ാമത്തെ ഹജ്ജാണ്. അതിൽ കൂടുതലും പ്രായമുള്ള ഹാജിമാരായിരുന്നു. ഈ പ്രായമുള്ള ഹാജിമാർക്ക് വഴികാട്ടികളായിട്ട് വരുന്നത് അവരുടെ ഭാര്യമാരാണ്. അവർക്കും 1-2 വയസ്സിൻ്റെ ഡിഫറൻസാണ് വയസ്സിലുണ്ടാവാറുള്ളത്. ശരിക്കും അവരുടെ നിത്യരോഗികളായിട്ട് നിൽക്കുന്നവരും പിന്നെ മറ്റുള്ള ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നവരൊക്കെ തന്നെയാണ് ഇത്തവണത്തെ ഹജ്ജിന് കൂടുതലായിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ട്, കാരണം സ്ഥിരം മരുന്ന് കഴിക്കുന്നവരുണ്ട്, പിന്നെ മറ്റുള്ള വീൽ ചെയർ സംവിധാനം ആവശ്യമുള്ളവരുണ്ട്, പിന്നെ സ്വന്തം കാര്യങ്ങൾക്ക് പോലും പിന്നെ അറിവോ പുറംലോകവുമായി ബന്ധമില്ലാത്ത ഒരുപാട് ആളുകളാണ്. കാരണം പിന്നെ ഒതുങ്ങിക്കൂടി നിൽക്കുന്ന ആളുകൾ, വീട്ടിലൊക്കെ ഒതുങ്ങിക്കൂടുന്ന സ്ത്രീകളൊക്കെ പ്രത്യേകിച്ച്, കാരണം അവരിവിടെ വന്നിട്ട് പല ആളുകൾക്കും ഒരുപാട് എന്താ പറയുക, മരുന്ന് കഴിക്കുന്ന കൃത്യമായിട്ട് മരുന്ന് കഴിക്കാൻ പറ്റുന്നില്ല. പിന്നെ അതുപോലെ തന്നെ അർഹമിൽ പോയിട്ട് തിരിച്ചു വരാൻ ബുദ്ധിമുട്ട്. പിന്നെ അറഫയിലും മുസ്തലിഫയിലും അവരുടെ കർമ്മങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പിന്നെ ബുദ്ധിമുട്ട് നിൽക്കുന്ന സംവിധാനം ഉണ്ടായിരുന്നു. മഹറമില്ലാത്ത കാറ്റഗറി വിവിധ സ്ത്രീകൾക്ക് ലഭിച്ച ഗുണമായിരുന്നു, പ്രത്യേകിച്ചും വിധവകൾക്കും കൂട്ടിനാരും ഇല്ലാത്തവർക്കും. പക്ഷേ ഇത് നല്ല ആരോഗ്യത്തിലുള്ളവർ എത്തേണ്ട കാറ്റഗറി കൂടിയാണ്. കാരണം ഈ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഏറെ കർമ്മങ്ങൾ ഹജ്ജിൽ ഒറ്റയ്ക്ക് തന്നെ പൂർത്തീകരിക്കാനുണ്ട്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. ഹജ്ജ് സ്വയം ചെയ്യേണ്ട ഒരു സ്ഥിതി തന്നെയാണ്. അല്ലാതെ ക്യാഷ് ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഹജ്ജിന് വരിക എന്നുള്ള ഒരു സിസ്റ്റം നമ്മൾ ഒന്ന് മാറ്റി പിടിക്കണം. തീർച്ചയായും അവരുടെ കൂടെ ഒന്നുകിൽ സപ്പോർട്ട് ചെയ്യാനുള്ള മക്കളോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കളോ വേണം. ഇവിടെ വരുമ്പോൾ എന്തും സഹിക്കാനും ക്ഷമിക്കാനും അവർക്ക് സാധിക്കണം. അപ്പോൾ അത് ചിലപ്പോൾ അവർക്ക് സാധിച്ചോളണമെന്നില്ല. അതായത് അവർക്ക് അത്രമാത്രം മാനസികമായിട്ട് സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്ന ആളുകൾ തന്നെ ആവണം. അതുകൊണ്ട് തന്നെ നമ്മളെ കൂട്ടത്തിലൊക്കെ ഒരുപാട് പേര് ഇപ്പോഴും ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഉമ്മമാരൊക്കെ ഉണ്ട്. അവരൊന്നും സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലാത്തതുകൊണ്ട് അവർക്കൊക്കെ മാനസികമായിട്ട് ഒരു ഫീലിംഗ് ഉണ്ടാവുകയാണ്. ആരോഗ്യമുള്ള സമയത്തെ ഹജ്ജാണ് ഏറ്റവും മനോഹരമാവുക. ഇത്തവണ എത്തിയവരിൽ പല ഹാജിമാർക്കും ഹജ്ജിലെ പ്രധാന കർമ്മങ്ങൾ ഇനിയും പൂർത്തിയാക്കാൻ പോലും സാധിച്ചിട്ടില്ല. പ്രായവും അസുഖങ്ങളും
കൂടെ പിടിക്കാൻ മകനോ മകളോ ബന്ധുക്കളോ ഇല്ലാത്തതും തന്നെയാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. ഹജ്ജിൽ സന്നദ്ധ സേവനത്തിലുള്ളവർക്ക് എല്ലായിടത്തേക്കും പ്രവേശിക്കാനാകില്ല. ആ നിയന്ത്രണങ്ങൾ ബന്ധുക്കൾ കൂടി തിരിച്ചറിയണം. ഏറ്റവും പ്രായം ചെല്ലുന്ന ഹജ്ജിന് പോകുന്നതിന് പകരം ഏറ്റവും ആരോഗ്യമുള്ള സമയത്ത് ഹജ്ജിന് വരികയും ആ നിർബന്ധമായ ഇബാദത്ത് പൂർത്തീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന എന്താണ്, പ്രായം ചെല്ലുന്നത് വരെ വെയിറ്റ് ചെയ്യുകയും കാശ് എടുത്തു വെക്കുകയും ചെയ്തിട്ട് പ്രായം ആയതിന് ശേഷം ആ കാശ് സ്വരൂപിച്ച് ഇങ്ങോട്ട് വരികയാണ്. ഇവിടെ നമുക്ക് വീൽ ചെയറിൻ്റെ ആവശ്യം ഉണ്ടാവും, ഇവിടെ ഡയാലിസിൻ്റെ ആവശ്യം ഉണ്ടാവും, ഇവിടെ ഡെയിലി മരുന്ന് കിട്ടേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ഇതൊന്നും ചിലപ്പോൾ ഇവിടെ ആളുകൾക്ക് ചിലപ്പോൾ എത്തിപ്പെടാൻ സാധിക്കുകയില്ല. ആയിരക്കണക്കിന് ഹാജിമാരുണ്ടാകുന്ന സ്ഥലത്ത്. അപ്പോൾ വീൽ ചെയറിൻ്റെ സംവിധാനം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ സൗദി ഗവൺമെൻറ് കീഴിൽ നോക്കുമ്പോൾ സന്നദ്ധ സംഘടനകൾക്ക് അതിൽ പ്രത്യേക ഹാജിമാർക്കുള്ള അതുപോലെ പെർമിഷൻ എടുത്തിട്ട് ന്യൂസിക്കിൻ്റെ പെർമിറ്റ് എടുത്തിട്ട് അറഫയിലേക്കും മിനയിലേക്കും ഒക്കെയുള്ള പ്രധാനപ്പെട്ട മശായികളിലേക്ക് ചെല്ലാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതൊക്കെ ഒരു പരിമിതിയാണ്. അതുകൊണ്ട് ഈ പരിമിതി നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്നതായി നമുക്ക് സന്നദ്ധ സംഘടനകൾ ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട ഹാജിമാരും ഹാജിമാരെ നാട്ടിൽ നിന്ന് പറഞ്ഞു വിടുന്ന പ്രിയപ്പെട്ട അവരുടെ ബന്ധുക്കളും മക്കളടക്കമുള്ള ആൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഹാജിമാരെ നാട്ടിൽ നിന്ന് വിടുമ്പോൾ ഒന്നുകിൽ നിങ്ങളുടെ ഉമ്മയുടെ കൂടെ ഉപ്പയുടെ കൂടെ പ്രായം ചെന്നവരാണെങ്കിൽ അവരുടെ കൂടെ മോനോ മോളോ ആരെങ്കിലും ആരോഗ്യമുള്ള ആൾ വരികയും അവരെ കെയർ ചെയ്യാനുള്ള ആളുകൾ അവരുടെ കൂടെ ഉണ്ടാവുകയും ചെയ്യുക. ഇല്ല എങ്കിൽ ആരോഗ്യമുള്ള സമയത്ത് വിടുകയും അല്ലാത്ത സമയങ്ങൾ അത് മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്യണമെന്നാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് പറയുന്നത്. ഇത്രയധികം പ്രായമുള്ളവരെയും ആരോഗ്യ പ്രയാസമുള്ളവരെയും ഒറ്റയ്ക്ക് ഹജ്ജിന് വിടുന്നത് തന്നെ പ്രയാസമേറിയ കാര്യമാണ്. ഇത്തരം നീക്കങ്ങൾ തടയാൻ ഒന്നുകിൽ ഹജ്ജിന് കോവിഡ് കാലത്തെ പോലെ പ്രായപരിധി നിശ്ചയിക്കണം. ഇതാണ് മക്കയിലുള്ളവർ പറയുന്നത്. അല്ലെങ്കിൽ കൂട്ടായി ഒരാൾ കൂടെയുണ്ടാകണം. ഇന്ന് നമുക്കറിയാം, പലരും 60-നും 70-നും വയസ്സായ ആൾക്കാരാണ് ഹജ്ജിനായിട്ട് വരുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു 55-60 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് ഹജ്ജ് എൻ്റെ അനുവാദം കൊടുക്കാതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിയാൽ മാത്രമേ ഹജ്ജ് എന്ന നമ്മളുടെ ഈ സങ്കല്പത്തിനുള്ള ഇന്നത്തെ അവസ്ഥയ്ക്ക് മാറ്റം സംഭവിക്കുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ നമുക്ക് ഇന്ന് അറിയാം, ഇന്ന് ഹജ്ജിന് വേണ്ടി വരുന്ന നോൺ മഹറം, അതായത് സഹായികളില്ലാണ്ട് വരുന്ന ഹാജിമാരെ പറ്റിയിട്ട് അവരും ഇപ്പോഴും ഒട്ടുമിക്ക ആൾക്കാരും 60-ഉം 70-ഉം കഴിഞ്ഞ ആളുകളാണ് ഒറ്റയ്ക്ക് ഹജ്ജിനായിട്ട് വരുന്നത്. ഇന്നത്തെ അവസ്ഥ വെച്ച് നോക്കിയാൽ, ഈ അവസ്ഥയൊക്കെ വെച്ച് നോക്കിയാൽ അത് അവരുടെയൊക്കെ പ്രയാസങ്ങൾ നേരിൽ കാണുവാൻ അനുഭവിക്കുവാനും കഴിഞ്ഞൊരു വ്യക്തി എന്ന നിലയിൽ ഇതിനുള്ളൊരു പോംവഴിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഏജ് ബാർ. വിവിധ വിദേശ രാജ്യങ്ങളിലെ ഹാജിമാരുടെ പ്രായവും എടുത്തു പറയേണ്ടതാണ്. എല്ലാം കഴിഞ്ഞാണ് മലയാളികൾ ഹജ്ജിനെത്തുന്നതെങ്കിൽ പല രാജ്യക്കാരും ചെറുപ്പത്തിലേ എത്തും. ഇതോടെ മികച്ച രീതിയിൽ അവർക്ക് കർമ്മങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കുന്നു. പല രാഷ്ട്രങ്ങളിൽ ഇപ്പോഴും ഹാജിമാർ വരുന്നത് ഒരു യുവ സമയത്താണ്. അതായത് അവരുടെ ഒരു മിഡിൽ ഏജിലുള്ള ആൾക്കാരാണ്. ഉദാഹരണമായിട്ട് ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്ന ഹാജിമാരെ നമുക്ക് കണ്ടാൽ അറിയാം അവരുടെയൊക്കെ പ്രായപരിധി ഏതാണത്. അപ്പോൾ അങ്ങനെ പ്രായപരിധി വെച്ചുകൊണ്ട് ഒരു പ്ലാൻഡായിട്ട് നമ്മുടെ ഹാജിമാരെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ ഇപ്പോഴുള്ള പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും എന്നാണ് പറയുവാനുള്ളത്. ഇത്തവണ മരിച്ചവരിൽ കൂടുതലും പ്രായമേറിയവരാണ്. അതിന് കാലാവസ്ഥ കൂടി കാരണമായിട്ടുണ്ട്. ഹജ്ജിന് തിരക്ക് പിടിച്ച ദിവസങ്ങളിൽ ശരാശരി 40 കിലോമീറ്റർ ദൂരം ഹാജിമാർ നടക്കേണ്ടതുണ്ട്. വഴിയരികിൽ സഹായിക്കാൻ ആളുണ്ടാകും. പക്ഷേ പ്രായമേറിയ എല്ലാവരെയും ഒന്നിച്ചവർക്ക് സഹായിക്കാനാകില്ല. ഹാജിമാരുടെ കൂടെ ആരോഗ്യമുള്ളവരുണ്ടെങ്കിൽ ഈ സേവനങ്ങളും എളുപ്പത്തിൽ ലഭ്യമാകും. സർക്കാർ സംവിധാനങ്ങൾ നോക്കി വായിക്കാനോ അറിയാനോ സാധിക്കാത്തതിനും പ്രധാന കാരണം പ്രായം തന്നെയാണ്. ഇത്തവണ ഒരുപാട് മയ്യത്തുകൾ എനിക്ക് ഹാൻഡിൽ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് പ്രായമുള്ള ആളുകൾ തന്നെയാണ് മരണസംഖ്യയിൽ പെട്ടത്. കാരണം ഒരു പ്രായമുള്ള ആളുകൾക്ക് കറക്റ്റ് എങ്ങനെ അവരുടെ ശരീരത്തെ കീപ്പ് ചെയ്യണം എന്നുള്ളത് ഇതുകൊണ്ട് അറിയില്ല. കാരണം കൃത്യമായിട്ട് വെയിൽ കൊള്ളാതെ അല്ലെങ്കിൽ കുട ചൂടിയിട്ടും വെള്ളം കുടിച്ചിട്ടും ഔഷധത്തിന് വെള്ളം കുടിച്ചിട്ടും എല്ലാം രീതിയിലുള്ളൊരു മെഡിക്കലായിട്ടുള്ള ഒരു അവരുടെ ശരീരത്തെ കാത്തു സൂക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് അറഫ, മിന, മുസ്തലിഫ ഈ 3 പ്രദേശങ്ങൾക്ക് ഒരുപാട്, കാരണം നമ്മളൊക്കെ വളണ്ടിയർ പ്രവർത്തനം നടത്തുന്ന ആ ദിവസം അറഫയുടെ ദിവസം നിന്ന് ഞങ്ങൾ വളണ്ടിയർമാർ നിൽക്കുന്ന ഞങ്ങൾ 36-37 കിലോമീറ്റർ നടന്നിട്ടുണ്ട് ആ ഒരൊറ്റ ദിവസം. പക്ഷെ മറിച്ച് അതുപോലെ ഹാജിമാർ എന്തായാലും അതിൻ്റെ പകുതിയോളം ഹാജിമാർ നടക്കേണ്ട അവസ്ഥയായിരുന്നു ഇപ്രാവശ്യം. കാരണം മിനായിൽ നിന്ന് അറഫയിലെത്തി, അറഫയിൽ നിന്ന് മുസ്തലിഫയിൽ നിന്ന് കല്ലെറിയാൻ വേണ്ടിയിട്ട് ജംറാലിലേക്ക് എത്തുമെന്ന് പറയുന്നത് 10ഓളം കിലോമീറ്റർ ദൂരമാണ്.
ആ ദൂരത്തോളം അതിൻ്റെ പകുതിയോളം ഹാജിമാർ നടക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഇവിടുത്തെ ഗവൺമെൻറ്റും കാര്യങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും കൃത്യമായിട്ട് അവർ അറിയുന്നില്ല. മാതാവിനൊപ്പം ഹജ്ജിനെത്തിയ ചെറുപ്പക്കാരും ഇത്തവണയുണ്ട്. അവർക്ക് മികച്ച രീതിയിൽ ഹജ്ജ് പൂർത്തിയാക്കാൻ രക്ഷിതാക്കളെ സഹായിക്കാനാകും. പക്ഷേ അസുഖ സമയത്ത് കൂടെ ആളില്ലാത്ത അവസ്ഥ മഹറമില്ലാത്ത കാറ്റഗറിയിൽ പോലും ഇത്തവണയുണ്ടായിട്ടുണ്ട്. എൻ്റെ കൂടെ എൻ്റെ ഉമ്മ കൂടെ ഉണ്ട്. 70 വയസ്സോളം അവർക്കുണ്ട്. പക്ഷെ ഞാൻ അവരുടെ കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് അവർക്ക് മാക്സിമം സപ്പോർട്ട് കൊടുക്കാൻ കഴിയും. പക്ഷേ എൻ്റെ അടുത്ത റൂമിലും എൻ്റെ തൊട്ടടുത്ത മറ്റുള്ളവർക്കും ഒക്കെ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ അത്ര തന്നെ കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. ഒന്ന് വെച്ച് കിലോമീറ്ററുകൾ കണക്ക് നടക്കണം. മറ്റുള്ള ചെറുപ്പക്കാരുടെ കൂടെ ഇവർക്ക് നടന്നാൽ എത്തില്ല. അപ്പോൾ സ്വന്തമായി എന്ന് പറയാൻ മക്കളോ മറ്റോ ഉണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുള്ളൂ. ഇതിൽ പ്രായോഗികമായ വഴികൾ എന്ത് എന്നത് ബോധവൽക്കരണത്തിലൂടെ നൽകേണ്ടതുണ്ട്. കേരളത്തിലെ മതസംഘടനകൾക്കും ഇതിൽ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനാകും. ഹജ്ജ് ആരോഗ്യവും സമ്പത്തുമുള്ളവർക്കും മാത്രം നിർബന്ധമായ കർമ്മമാണ്. എല്ലാം കഴിഞ്ഞിട്ടാകാം എന്ന ചിന്തയിൽ അത് അപൂർണമായി കൂടാ. അള്ളാഹുവിൻ്റെ അതിഥികൾ അവൻ്റെ വിളി കേട്ട് എത്തേണ്ടത് വയ്യാത്ത കാലത്തല്ല.